ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളായിരിക്കും രാജു ഈ കത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള പിണക്കം ഇന്ന് അവസാനിക്കും. അത് അവസാനിക്കണം. എത്ര ദിവസമായി ഞാൻ രാജുവായിട്ട് പിണങ്ങി നടക്കാൻ തുടങ്ങിയിട്ട്. സൂര്യമംഗലത്തെ കുട്ടിയാണെന്നോ ഞാൻ ഓർക്കില്ല. പിന്നെ കടും കൈ എനിക്ക് ചെയ്യേണ്ടി വരും. അതെ, ഇതൊരു താക്കീതായി കരുതുക എന്ന് രാജു. എട്ടുകാലിയും പഴുതാരയൊക്കെ കടിച്ചാലെന്താ, ഇവന്റെ പ്രേമം കലക്കാൻ പറ്റിയില്ലേ? ഓ, എന്തൊരാശ്വാസം. മറ്റുള്ളവരുടെ കുടുംബം കലക്കുന്നതിലുള്ള മനസുഖം മറ്റെന്തിലെങ്കിലും കിട്ടുമോ? ഇവരിത് എവിടെ പോയി? എന്താ രാധമേ? ഞാൻ ജയന്റെ അമ്മയെ നോക്കുക. അവർ ഈ സമയത്തൊരു ചായ കുടിക്കുന്ന പതിവുള്ളതാ. ഞാൻ ചായ കൊടുക്കാൻ വന്നതാ. വല്യമ്മ അവരുടെ റൂമിൽ കാണോ രാധമേ? ഞാൻ ഈ വീട് മുഴുവൻ നോക്കി മോളെ. ഈ വീട് പരിസരവും അരിച്ചു പറക്കി. അവരിവിടെ എങ്ങും ഇല്ല. എങ്ങോട്ട് പോയോ എന്തോ. എങ്ങാനും വന്നോ മോനെ? ആരമ്മേ? ജയന്റെ അമ്മ. ഹേയ്, അവര് വലിഞ്ഞു കയറൂന്ന് പേടിച്ച് ഞാൻ മുറിയുടെ വാതില് അടച്ചിട്ടിരിക്കായിരുന്നു. ഇപ്പോഴാ തുറന്ന്. പിന്നെ ഇവരത് എവിടെ പോയി? കട്ടിന്റെ അടിയിലെങ്ങാനും വന്ന് നോക്കൂ എന്റെ ദൈവമേ. അവര് വല്ല തട്ടുകടയിലും പോയി കാണും, ചിക്കനും പൊറോട്ടയും കഴിക്കാൻ. അങ്ങനെ അങ്ങ് പോവൂ? അവരെവിടെയും പോവും. ഒരു അന്തസ്സില്ലാത്ത സ്ത്രീയല്ലേ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. വയസ്സായ സ്ത്രീയല്ലേ മോനെ. ഏച്ചും പേച്ചും ഇല്ലാതെ വല്ല റെയിൽവേ പാളം അങ്ങനെ മുറിച്ചു കടന്നാലോ? അപ്പൊ തന്നെ പണിക്കുറ്റം തീർന്നു കിട്ടും. ഓടെ അവിടുന്ന്. എന്തായാലും ഒരു മനുഷ്യ ജന്മല്ലേ. അവരെ ഒരു അപൂർവ ജന്മ, ഏതോ ഒരു കാട്ടു ജന്മം. ഇന്ന് നിന്റെ അന്ത്യ കൂതാശയാടാ എരണം കെട്ടവനെ. അമ്മ ഇപ്പൊ പോ. വൈകുന്നേരം വരെ കണ്ടില്ലെങ്കില് നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. ഇനി അവർക്ക് വല്ലതും പറ്റിയാലേ അളിയന് വലിയ സന്തോഷവും. മേഡത്തെ വിളിച്ച് കത്ത് കയ്യിൽ കൊടുക്കാം. ഈ വായിച്ചു കേൾപ്പിക്കാൻ ഒരു ചമ്മല്. ഇവൻ കത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പോന്നില്ലല്ലോ. കത്ത് അവിടെ വച്ചെങ്കിലല്ലേ എനിക്ക് തിരിമറി നടത്താൻ പറ്റൂ. ഓ, എനിക്ക് ശ്വാസം മുട്ടിയത് മാത്രം മെച്ചം. മേഡത്തെ വിളിക്കാം. കത്തും കൊണ്ട് അവൻ പോയി. കത്ത് അവൻ അവക്ക് നേരിട്ട് കൊടുക്കുമല്ലോ.
ഇങ്ങോട്ട് വരാവോ? എന്തിനാ? ഒരു കാര്യം പറയാനാ. സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ. കുരുക്കിലിപ്പെട്ട കാട്ടുപൊന്നിയ പോലെ ആയല്ലോ എന്റെ അവസ്ഥ. ആ? മറ്റുള്ളവർക്കിട്ട് പാര വെച്ചതിന്റെ പേരില് ഒടുവിൽ നീ എനിക്കൊരു ദുർമരണമാണോ വച്ചത്? എന്താ രാജു, എന്താ കാര്യം? ഒരു കാര്യം പറയാനാ മാഡം. എന്റെ തിരുപ്പതി ഭഗവാനെ, ഞാൻ അവിടെ വന്നിക്കാമേ. എന്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങളെല്ലാം നടത്തി തരണേ. കാലത്തിനനുസരിച്ച് ഞാൻ ഇതൊക്കെ പഠിച്ചത് നന്നായി. ഓ, അല്ലെങ്കിൽ ഈ വേലയൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റില്ലായിരുന്നു. എന്താ ഇത്? ഈ നേരിട്ട് പറയാൻ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. എല്ലാം ഈ ലെറ്ററിൽ തുറന്നെഴുതിയിട്ടുണ്ട്. മാഡം ഒന്ന് വായിച്ചു നോക്ക്. വായിച്ചു നോക്ക് മാഡം. എന്റെ മനസ്സിലുള്ള കാര്യങ്ങളെ ഇതില്. ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളായിരിക്കും രാജു ഈ കത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള പിണക്കം ഇന്ന് അവസാനിക്കും. അത് അവസാനിക്കണം. എത്ര ദിവസമായി ഞാൻ രാജുവായിട്ട് പിണങ്ങി നടക്കാൻ തുടങ്ങിയിട്ട്. യവനെ ഒന്ന് വിളിച്ചു നോക്കാം. സോറി. മനസ്സിലുള്ള കാര്യങ്ങള് നേരിൽ പറയുന്നതാ എനിക്കിഷ്ടം. എനിക്കെന്തോ ചില കാര്യങ്ങൾ നേരിട്ട് പറയാൻ ചമ്മല്. നീ വായിക്കടി കൊച്ചു തമ്പുരാട്ടി.